ചാനൽ നമ്മളപ്പോ തിരുനെല്ലി പോവാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് കാണാം. കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീ അറിയും കുരലും ചങ്കും എല്ലാവരുടെയും പൊന്മകനെ ഞാൻ ആകാശ് കാർ മാറ്റി. ഇതാണ് ആകാശ് ഓടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് തെട്രോടുള്ള ഉണ്ണിയപ്പക്കടയിൽ എത്തിക്കാണ്. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. ഉണ്ണിയപ്പം വേണ്ടേ? ഉണ്ണിയപ്പം വേണം. ആണോ? പിന്നെ അല്ലാണ്ട് ഉണ്ണിയപ്പം വേണം. ഉണ്ണിയപ്പം മേടിച്ചു കൊടുക്കാം. ചേട്ടാ ഉണ്ണിയപ്പം മേടിച്ചില്ലേ? ഉണ്ണിയപ്പവും ചായയും കുടിക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ടത് എണ്ണ എടുക്കുന്നുണ്ട്. നിനക്ക് അതിന് കണക്കറിയോ? ഞാൻ നിന്റെ ഇത് പാർട്ണർ ക്യാമറമാൻ അസിസ്റ്റന്റ് ലൈറ്റ്മാൻ. പറഞ്ഞില്ലടാ കാപ്പി നല്ല കാപ്പിയാണ്. നല്ല ചൂട് ചുക്കൊക്കെ ഇട്ട പലതും കാട്ടും. ഇപ്പൊ എല്ലാം എന്നോട് ഉണ്ടാക്കി. ചായ കിട്ടി, ഉണ്ണിയപ്പം കിട്ടി. നല്ല മധുരമുള്ള കിടിലും കിണ്ണം കാച്ചി ചായ. അടിപൊളി ചായയാണ് ഗൈസ്. നല്ല ടേസ്റ്റ്. കാപ്പി കുടിക്കാത്തോണ്ട് പറയുന്നത്. ഉണ്ണിയപ്പം നല്ല ഉണ്ണിയപ്പം ഗൈസ്. ഉണ്ണിയപ്പം എന്താ ആകാശി എക്സ്പ്രഷൻ ഇട്ട് തൂറുന്നുണ്ട്. ഇത് വെച്ചേക്കാൻ എന്തിനാ നമ്മള് ഇങ്ങനത്തെ കാര്യത്തിലാണ്. നിന്റെ അനിയത്തിയോടെ? അനിയത്തിതാ സുന്ദരി സോറി, എനിക്കാണ് കണ്ടില്ലേ. ബെല്ലി ഫാറ്റ് ചാവടി പോണം. നമ്മളിവിടെ എത്തി. നമ്മൾ തിരുനെല്ലി എത്തി ഗായ്സ്. കേറാൻ പോവാണ് ഗായ്സ്. വൻ മൂഞ്ചലാണ്. സിറ്റി ഓഫ് ആവുക, കെബീറിന്റെ വണ്ടീന്റെ ക്ലച്ച് എത്തുക. പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് നമ്മള് കട്ട് ചെയ്ത് ബാക്കോട്ട് എടുക്കുമ്പോ അവൻ വന്ന് മുട്ടയിലേക്ക് മുട്ടിച്ചോണ്ട് ബാക്ക് എടുക്കല്ലേ ഫുള്ള് ബ്ലോക്ക് ആക്കി. തിരുനെല്ലി അമ്പലം ഇന്ന് നമ്മള് കാരണം വേറെ ലെവലായി. ബ്ലോക്ക് ആക്കി ഗൈസ്. ഇപ്പൊ വണ്ടി താഴെ നിർത്തിയിട്ട് വരിക. നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ്. അവിടെ ടാക്സി ആക്കിയേക്കണ എന്താ നോക്ക്. നമ്മളൊക്കെ ഡ്രീം എടുക്കാന്ന് പറയുന്ന സാധനം ഇവിടെ ടാക്സി ഗൈസ്. എന്താ കാര്യം. നല്ല മഴ പെയ്തി ഗൈസ്. നമ്മുടെ കൊടയൊന്നുമില്ല. നല്ല മഴ. അമ്പലത്തിലോട്ട് വന്നതാണ്. നല്ല മഴയ്ക്ക് നല്ല മഴ പെയ്തു ഗൈസ്. അവിടെ നല്ലൊരു മലയുണ്ട് ഗൈസ്. പക്ഷെ മഴ കാരണം മൊത്തം മൂടി കിടക്കാണ്. പ്രതിഷ്ഠ ഏതാകാശ
ആണോ? അതായത് മഹാവിഷ്ണു നോക്കി ഗൈസ് അമ്പലത്തിലെത്തി ഗൈസ്. നല്ല ശാന്തി സമാധാന അവസ്ഥ. നമ്മളെപ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് വന്നാൽ മതി ഗൈസ്. മൊത്തത്തിൽ അങ്ങോട്ട് മാറിക്കോളും കാര്യത്തിലാണ് ഗൈസ്. എല്ലാവരും നമ്മൾ നോക്കണില്ലേ അമ്പലത്തിലാണ്. എന്റെ നോക്ക് guys. സുമോ ആദ്യമായിട്ടല്ലേ? എന്താ അഭിപ്രായം? അടിപൊളി. പക്ഷെ കയറി കാണാൻ പറ്റും. വിനീഷേട്ടന്റെ ഐതിഹ്യം പറ വിനീഷേട്ടാ. പറഞ്ഞു കൊടുക്കാം. കാണിച്ചു അപ്പുറത്ത് പോയി വായിക്കണം. അതാണ് എനിക്ക് വായിക്കാറില്ലേ? എവിടെ? ഇതാ ഗൈസ് ഐതിഹ്യം. ഇതാണ് ഗൈസ് ഇതിന്റെ ഐതിഹ്യം. വായിച്ചാൽ ശാന്തികളം പറഞ്ഞു വെള്ളം അവിടുന്ന് കൊണ്ടുവരണം ഭയങ്കര ബുദ്ധിമുട്ടാറുണ്ട്. വെള്ളം ഇവിടെ നിന്ന് ചാടും. നോക്കട്ടെ ചാടുന്ന സ്ഥലം ഇവിടെ ചാടും. നമുക്കപ്പോ മേലെ പാപനാശിനി ഉണ്ട്, അങ്ങോട്ട് പോകും. വെള്ളച്ചാട്ടം ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോവാം. സ്റ്റെപ്പ് ഇറങ്ങുന്നു ഗൈസ്. സുമോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ സ്റ്റെപ്പൊക്കെ കുലുങ്ങുന്നു. മടുത്തോത്? ആ എനിക്ക് മടുത്തില്ല. ഞാൻ അടുത്ത്. ഓ എനർജി കേട്ടോ. ആനക്കുട്ടി ഇറങ്ങട്ടെ. എന്തീ പറയാൻ കാത്തുക്ക്. നീ എന്താ പറഞ്ഞ അള്ള റബ്ബേന്നോ? ഐതിഹ്യം പറ. പഞ്ചതീർത്ഥം എന്നത് 5 തീർത്ഥങ്ങളുടെ ഒന്നിച്ചു ചേർന്നുള്ളതാണെന്ന് ഐതിഹ്യം. ഭഗവാന്റെ തൃക്കൈകളിൽ വായിക്കി സ്പീഡിൽ വായിക്കി. നടുവിലുള്ളത് എന്താണ്? നടുവിലുള്ളത് പാറ. പാറ. ആ അവിടെ നിന്നിട്ട് വേണം ഇങ്ങനെ കുളിക്കാൻ. അപ്പൊ എല്ലാവർക്കും വന്ന് കാണാം. അതാണ് ഇതിന്റെ ഐതിഹ്യം. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയ വായിക്കടി. അത് പോയിട്ട് പോയി വായിക്കടി. ഞാൻ ചിത്രം കാണിച്ചുതരാം. കൊക്കക്കോള സിസ്റ്റ്. കൊക്കക്കോളയോ? അത് ഇരിക്കണോ? വെള്ളച്ചാട്ടം അല്ല, വെള്ളം തെളിച്ച് കളിക്കും എല്ലാവർക്കും കൊണ്ട്. ഒരു പേന്റ് എഴുതില്ല. എന്തുവാ പറ വിനീഷേട്ടാ എന്തെങ്കിലും. വിനീഷേട്ടോട് പറയാൻ പറഞ്ഞു. വിനീഷേട്ട സ്റ്റെക്കായി. പറ വിനീഷേട്ടാ. എന്തായാലും ആ മഞ്ഞ ജീപ്പ് ഇവിടെ അമ്പടാ. ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട്. ഇതിന്റെ ഐതിഹ്യം എന്താ പറഞ്ഞാൽ, പണ്ടൊരിക്കല് വിളക്ക് തെളിയിക്കാൻ വന്ന നമ്പൂതിരി അവിടെ ഒരു ഗുഹയുണ്ട്, അതിനകത്തുനിന്ന് പുലിനെ കണ്ടെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ മൊത്തം ഗ്രില്ലൊക്കെ ഇട്ട് പുറത്ത് വിളക്കൊക്കെ തെളിയിച്ചാണ് പിന്നെ ഈ സ്ഥലം കൊണ്ടുപോകുന്നത്. നമുക്ക് സ്ഥലം കണ്ടോക്കാം, നല്ല സ്ഥലമാണ്. നല്ല കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളുള്ള പുരാണമായിട്ടുള്ള സ്ഥലമാണ്. ശിവക്ഷേത്രമാണെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട്, പണ്ട് പുലി കിടന്നു എന്ന് പറഞ്ഞ ഗുഹയൊക്കെ ഉണ്ട്. നിശബ്ദത പാലിക്കുക. എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യും. ഉണ്ടോ, കല്ല് പെറുക്കി വെക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ എല്ലായിടത്തും അതാ കല്ല് പെറുക്കി വെച്ചാൽ നമ്മൾ മലയാളികളുടെ സ്വഭാവം എന്താണ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യും. ആ ഗുഹ ഉണ്ടോ, ആ ഗുഹയ്ക്കകത്താണ് പണ്ട് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളക്ക് തെളിയിക്കാൻ വന്ന ആള് പുലിനെ കണ്ടെന്ന് പറഞ്ഞു. ആകാശേ ബോർഡിലുള്ളത് അതുപോലെ ചെയ്യും. കല്ലില്ല, നമ്മള് നിയമം തട്ടിക്കളയാൻ അത് വേണ്ട. ചിലപ്പോൾ എന്തെങ്കിലും ദോഷം വന്നാൽ ഇതിൻ്റെ അകത്താണ് കേസ്. പുലിനൊക്കെ ഇവിടെ ആരോ കരയുന്നുണ്ടല്ലോ.
അതിൻ്റെ ഇടയിൽ എവിടെയാണ് ഗ്രില്ലിൻ്റെ അകത്ത് പുലിനെ പൂട്ടി എന്ത് ഗേറ്റിന്റെ ഉള്ളിൽ പുലിനെ പൂട്ടിട്ടുണ്ട് ഗുഹേന്റെ ഉള്ളിൽ ഗുഹയിലൊരു ഗേറ്റ് ഉണ്ട്. ഇത് നമ്മള് ഇന്നത്തെ പരിപാടി പുലിനെ ഗ്രില്ലടിക്കും. പുലി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ ആകാശം ഉണ്ടാക്കി അത്ര ബ്ലോക്ക്. തിരുനെല്ലി നമ്മൾ വിറപ്പിച്ച് കത്തിച്ച് തിരുനെല്ലി അമ്പലത്തിലേക്കുള്ള കയറ്റത്തിൽ വണ്ടി അങ്ങ് ഓഫാക്കി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അത് വഴിയിലായോ? പറ. പാമ്പോ? എവിടെയാ പാമ്പടാ? ഇനി ചേട്ടാ ഒരു പാമ്പിനെ മേടിച്ചില്ലേ? ഇതൊന്നും വെക്കടാ അവിടെ. അടിച്ചോ മാമ. പനമര ദോശ. എന്താടാ അമ്പടാ ജിഞ്ചിനാക്കടി. ഈ ഹോട്ട് വീൽസ് കണ്ട എല്ലാവർക്കും അമ്പലം കണ്ടു മടുത്തോടാ. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങുന്നുണ്ടോ? സുമ മുറുക്കാൻ എടുക്കുന്നു. ഇതായാലേ അല്ല, ഇതെന്തലയാ? നല്ല പോലെ പുകഞ്ഞു ഗൈസ്. അണ്ണാക്ക് വെറ്റിൽ നിന്നിട്ട് പുകഞ്ഞു. നാ കാണിക്കും. ചന്ദനത്തിൽ വെള്ളമാക്കാൻ പോണേ ഗൈസ്. നല്ല തൊഴുതിറങ്ങി അതിൻ്റെ മേലേന്ന് വരുന്ന നല്ല ശുദ്ധമായ വെള്ളം അത് ചന്ദനത്തിലാക്കി തേക്കുമ്പോൾ ശുദ്ധമാണ് പച്ച വെള്ളം. ശുദ്ധമായ വെള്ളം അത് ചന്ദനത്തിലേക്ക് നീ കുറച്ചാക്കി തേക്കുമ്പോണ്ടല്ലോ ശാന്തി സമാധാനം ഉണ്ടാവും. കൊണ്ടിട്ടേടാ അവന്റെ കുറി ആ ചെറുതല്ലേ? ആ ഇട്ടേടാ. ഒന്നേടാ ഞാൻ പോയാണ് ഇപ്പോൾ. നമുക്ക് മാന വലിപ്പുണ്ട്. നോക്കി നോക്കി കറക്റ്റ് സെറ്റ് വ്യൂ കണ്ടോ ഗൈസ്? അമ്പലത്തിൽ പോവാൻ മടിയായിട്ട് കാറിനകത്ത് കയറിയിരുന്നയാ. ഞങ്ങൾ വരുമ്പോണ്ട് എന്തോ പണ്ണാൻ പോന്നു. നമ്മളെ വണ്ടിയൊക്കെ തുറന്നിട്ടില്ലേ? പിന്നെന്താ ഡോർ സ്റ്റക്കായി ഗൈസ്. അല്ല ഇത് തുറക്കില്ല. വലിയില്ല. അപ്പൊ ഞാൻ എന്റെ വണ്ടിയിലേക്ക് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. അടുത്ത സ്ഥലം ഏതാ? സ്ഥലം എന്റെ വീട്. എന്റെ വീട് എന്റെ വീട് എന്റെ അമ്മയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വണ്ടി എടുത്തു. അത്രയോളം ഇസ്മായിൽ ഗൈസ് നമ്മളപ്പോ അപ്പുവിന്റെ അമ്മേന്റെ വീട്ടിലെത്തി തോൽപ്പെട്ടി. നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം. കമോൺ, ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പോയി നോക്കാം. കുറച്ച് വെള്ളം വണ്ടി കഴുകരുത്. വണ്ടി ഫുള്ള് ചെളിയായി ഗൈസ്. ചെളി ഇറക്കിയിട്ട് ചെളിയായി. വണ്ടി കഴുകണേ. ഷാമ്പു ഗൈസ് വണ്ടി കഴുകാൻ പോവാണ്. മച്ചാൻ്റെ വണ്ടി ഫുൾ ചളിയായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മൾ പക്കയാക്കും. എന്താക്കും? പക്ക ബ്രോ പക്ക. യെസ്.
വണ്ടി കഴുകാൻ പോകുന്ന പോക്ക് ഉണ്ടോ ഗൈസ്? വണ്ടി കഴുകാൻ ഒന്ന് ട്രിപ്പിന് ഇറങ്ങിയപ്പോഴത്തേന് വണ്ടി കഴുകാണ് ഗൈസ്. 6 പാക്ക് ആണെങ്കിൽ 6 പാക്ക് ഉണ്ടോ? ഒരുതാ കൊടുക്കണം ഒന്ന്. മുട്ടാണി വീഡിയോ എടുക്കല്ലടാ. ഗൈസ് മൂത്രം ഒഴിക്കാണ് ഗൈസ്. അതിരാ ഞാൻ വേറെ സാധനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഇപ്പൊ തിരിച്ചു പോവാണ്. നമുക്ക് തേൻനെല്ലി കഴിക്കാണ്ട് നമ്മൾ നല്ലൊരു സ്ഥലത്ത് പോയി നിർത്തിയിട്ട് നമുക്ക് തേൻനെല്ലി കഴിക്കാം. കണ്ടോ തെന്നലൊക്കെ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ താറ് പോയി കിടക്കണേ. താറ് കിടക്കുന്നുണ്ടോ ഗൈസ്? ഫൈഡോർ പോയി കിടക്കണ. നമ്മള് നേരത്തെ നമ്മള് പടം ഉണ്ടായിരുന്നു, എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടയാ കാര്യം. നമ്മള് നേരത്തെ വന്ന ടൈമിലെ നമ്മളെ കൂട്ടത്തിൽ നേരത്തെ നമ്മളെ ഒരു പെട്ടിക്കട കൊണ്ട് കയറ്റിയാനായിരുന്നു. എന്തൊക്കെയാ കൊരങ്ങൊക്കെ ഉണ്ട്, നല്ല രസം നമ്മള് പോണ വഴി. സോ നമ്മള് തിരുനെല്ലി ജേണി ഇവിടെ തീരാണ്. അപ്പോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ കൂടെ കൂടുക. നമ്മളെ ജേണീസ് ഓഫ് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ കൂടെ വിനീഷ് ചേട്ടന്റെ വീഡിയോ വരുന്ന എല്ലാവരും കുറച്ച് തഗ്ഗുണ്ട് വിനീഷ് ചേട്ടന്റെ, അതെല്ലാരും കേൾക്കുക.